ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാമ്പയർ ഡിറ്റക്റ്റീവിൻ്റെ 9th എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിലായിട്ട് ടേവും യൂജിനും ഒരുമിച്ചായിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ യോന അവരുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ക്വങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ കത്തിച്ച് കളഞ്ഞതിന് ശേഷം പിന്നീട് അടുത്ത സീനിൽ ടേവുവിനെയും യൂജിനെയും കാണിക്കുമ്പോൾ സാനിനെ ഇനി ഒരു തരത്തിലും നീ ഉപദ്രവിക്കരുതെന്ന് യൂജിൻ ടേവുവിനോട് പറയുമ്പോൾ നീ ഞാനറിയാതെ സീക്രട്ടായിട്ട് അവൻ ഒബ്സർവ് ചെയ്യുന്ന കാര്യം ഞാൻ കണ്ടുപിടിച്ചു എന്നും ഇനി മേലാല് അങ്ങനെ ചെയ്യാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ അവനെ വെറുതെ വിടുന്നു, അതല്ലാതെ സീക്രട്ടായിട്ട് ഇതുപോലെ വീണ്ടും അവനെ മീറ്റ് ചെയ്യാനായിട്ട് നീ ശ്രമിക്കുകയാണെങ്കിൽ അവന്റെ കഥ ഞാൻ തീർത്ത് കളയുന്നു ഇപ്പൊ ടേവു പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഹ്യങ്ങിനെയും സാനിനെയും വൂളിനെയും കാണാനായിട്ട് ഇപ്പോ ഒരു വയസ്സായിട്ടുള്ള ഒരു ആള് വന്നിട്ട് തന്റെ മകനെ കൊന്ന പ്രതിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മർഡർ ആണെന്ന് തെളിയിക്കാനായിട്ടുള്ള യാതൊരു എവിഡൻസും ഇവരുടെ കയ്യിൽ ഇല്ലെന്ന് മാത്രമല്ല അവരുടെ മകനായിട്ടുള്ള കിം ആകട്ടെ ഈ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു. അങ്ങനെ അവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വൂള് അവളുടെ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് ഈ അടുത്ത് മരണപ്പെട്ട അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് കിം എന്ന് പറഞ്ഞ ഈ ലൈവ് സ്ട്രീമിങ്ങിനൊക്കെ വന്നിട്ട് വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ആയിട്ട് ഫുഡ് എല്ലാം കഴിച്ച് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവന്റെ വ്യൂവേഴ്സിന്റെ മുമ്പിലിരുന്ന് കഴിച്ചിട്ട് അത് കാണുന്ന വ്യൂവേഴ്സ് ആകട്ടെ അവന് ഓരോ ക്യാഷ് പോയിന്റുകളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ആ ഒരു ക്യാഷ് പോയിന്റുകളെല്ലാം പിന്നീട് അവർക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് തന്നെ അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ലൈവ് സ്ട്രീമിംഗ് കഴിഞ്ഞ് ഒരുപാട് പണം അവൻ അങ്ങനെ സമ്പാദിച്ചു കൂട്ടിയെന്നും പക്ഷെ ഇത്രയും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് അവൻ ചെയ്തതെന്ന് ഒരു ടാക്സി ഡ്രൈവർ കൂടിയായിട്ടുള്ള അവന്റെ അച്ഛന് അറിയുമായിരുന്നില്ലെന്ന് ഇപ്പോൾ ആ ഒരു അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കല് ഈ ഒരു ലൈവ് സ്ട്രീമിങ്ങിന് ഇടയിൽ അവന്റെ ഒരു വ്യൂവർ അവന് ഒരു ചാലഞ്ച് കൊടുക്കുന്നുണ്ട്. 3 മിനിറ്റിനുള്ളിൽ അവിടെ ഇരിക്കുന്ന എല്ലാ ഫുഡും തന്നെ കഴിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവന് 3 ലക്ഷം ക്യാഷ് പോയിന്റുകൾ കൊടുക്കാമെന്ന് പറയുമ്പോൾ അവന് ആ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുകയും പക്ഷെ ആ ഒരു ചാലഞ്ചിനിടയിൽ അവൻ മരിക്കുകയും ചെയ്യാണ്. ഇതെല്ലാം കണ്ടിട്ട് ഈ ഒരു ചാലഞ്ച് കൊടുത്ത ആ ഒരു വ്യൂവറാണ് തന്റെ മകനെ കൊന്നതെന്നും അവനെ കണ്ടുപിടിച്ച് അവൻ എന്നോട് ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞ് എന്നോട് സോറി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത് മാത്രം മതിയെന്ന് ആ ഒരു അച്ഛൻ പറയുമ്പോൾ സാനും ഹ്യോങ്ങും കൂടിയിട്ട് ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ അവര് ലൈവ് സ്ട്രീമിങ്ങിൽ കിമ്മിട്ട കുറെ വീഡിയോസ് ഒക്കെ കാണുന്നതിന്റെ ഇടയിൽ അവിടെ ഈ ഒരു ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ലൈവ് സ്ട്രീമിങ്ങും കൂടി കാണുന്നവര് പിന്നീട് അവളെ നേരെ വിളിച്ചിട്ട് കിമ്മിന്റെ മരണത്തെക്കുറിച്ചും ഇങ്ങനെ വളരെ വലിയൊരു എമൗണ്ടിൽ ക്യാഷ് പോയിന്റ് അയക്കുന്ന വ്യൂവറിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോൾ സാധാരണ വ്യൂവേഴ്സിൽ ഏറ്റവും ഹൈ റാങ്കിലുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും പ്രസിഡന്റുകളായിരിക്കും അങ്ങനെ ഏറ്റവും വലിയ ക്യാഷ് പോയിന്റുകൾ അയക്കാൻ അവള് പറയുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആരെയും അങ്ങനെയുള്ള പ്രസിഡന്റ്സിനെ നേരെ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അദ്ദേഹം യൂസ് ചെയ്യുന്ന പേര് സെൻ ആണെന്ന് മാത്രമേ അവർക്ക് ആകെ അറിയാവൂ. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് അവൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മരിച്ചുപോയ ഈ ഒരു കിമ്മിന് വേണ്ടി അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നാളെ ഒരു മെമ്മോറിയൽ ബ്രോഡ്കാസ്റ്റ് നടക്കുന്നുണ്ടെന്നും അതിൽ വെച്ചിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ എല്ലാം ഒരു വീട്ടിൽ വെച്ചിട്ട് തന്നെ അവരുടേതായിട്ടുള്ള ലൈവ് സ്ട്രീമിംഗ് എല്ലാം നടത്തുന്നുണ്ടെന്നും ഒരുപക്ഷെ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് സെൻ എന്ന പേരിൽ വരുന്ന ആ ഒരു പ്രസിഡന്റ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നും അവള് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ സാനും ഹ്യങ്ങും വ്യൂളും കൂടിയിട്ട് ആ ഒരു ബ്രോഡ്കാസ്റ്റ് നടക്കുന്ന ആ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ അവരെയും വെയിറ്റ് ചെയ്തിട്ട് മരിച്ചുപോയ ആ ഒരു കിമ്മിന്റെ പപ്പ നിൽക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. പ്രതിയെ പിടിക്കുന്നത് എനിക്ക് ലൈവായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടാണ് അയാള് അപ്പൊ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവരകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ അവര് പരിചയപ്പെടുന്നുണ്ട്. അതിലൊരാള് ഒരു കുക്കും, മറ്റൊരാള് ഒരു ഫിറ്റ്നസ് ഷോ ആർട്ടിസ്റ്റും, മറ്റൊരാള് ഒരു ബ്യൂട്ടീഷ്യനും, വേറൊരാള് നമ്മുടെ ഹ്യങ്ങിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു ഡിറ്റക്റ്റീവ് തന്നെയാണ്. അദ്ദേഹം ആകട്ടെ അവിടുത്തെ വേറൊരു ഫുഡ് വ്ലോഗർ ആയിരുന്നു. അങ്ങനെ ഒരു ഡിറ്റക്റ്റീവിനെ കണ്ടിട്ട് ഇയാൾക്ക് ഇങ്ങനെ ഒരു പണി ഉണ്ടോന്ന് അതിശയിച്ച് അവർ നിൽക്കുന്ന സമയത്ത് അയാൾ ഉള്ളതുകൊണ്ട് തന്നെ കേസിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്ത് ആവുമെന്ന് സാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതേ സമയത്ത് അവിടെയുള്ള ക്രിയേറ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട് അവരുടെ ബ്രോഡ്കാസ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സാൻ ആ മരിച്ചുപോയിട്ടുള്ള കിമ്മിന്റെ അച്ഛനുമായിട്ട് ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഇവിടെയുള്ളവരെല്ലാരും നിങ്ങളുടെ മകന്റെ ഫ്രണ്ട്സിനെ പോലെയാണെന്നും അതുകൊണ്ട് എല്ലാവരോടും കംഫർട്ടബിൾ ആയിട്ട് മിണ്ടിക്കൊള്ളാനും പറയുമ്പോൾ ഇവര് തന്റെ മകന്റെ ഫ്രണ്ട്സ് ഒന്നും അല്ലെന്നും ഇപ്പൊ അവന്റെ പേര് പറഞ്ഞിട്ട് തന്നെ ഇവരെത്തിയിരിക്കുന്നത് പൈസ ഉണ്ടാക്കാനായിട്ടാണെന്നും അല്ലാതെ അവനോടുള്ള സിമ്പതി കൊണ്ടൊന്നല്ലെന്നും ഇപ്പൊ ആ ഒരു അച്ഛൻ പറയുന്നുണ്ട്. മാത്രല്ല താനൊരു ടാക്സി ഡ്രൈവർ ആയിട്ട് എപ്പോഴും വർക്കിന് പോയിട്ട് മകനെ പറ്റി ശ്രദ്ധിക്കാത്തതിനും അവന്റെ ഒപ്പം ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ പോലും ശ്രമിക്കാത്തതിനും അദ്ദേഹം ഇപ്പോൾ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം സാന് ഈ ഒരു കേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ബ്യൂട്ടീഷ്യൻ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിന് ഇന്നത്തെ ദിവസം തന്റെ ഒപ്പം വീഡിയോ ചെയ്യാനായിട്ട് വേറൊരു ലേഡിയെ കൂടി വേണമെന്ന് പറഞ്ഞിട്ട് വൂളിനെ കണ്ടപ്പോൾ അവള് അവളുടെ ഷോയിലേക്ക് വരാനായിട്ട് വൂളിനെ
ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വൂളിനാകട്ടെ ഇതിലൊട്ടും തന്നെ താല്പര്യം ഇല്ലെങ്കിലും ലാസ്റ്റ് ഹ്യങ് നിർബന്ധിക്കുമ്പോൾ അവൾ അവിടെ വെറുതെ ഇരുന്ന് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇതേസമയം ഹ്യങ് ആകട്ടെ അവന്റെ ഫ്രണ്ടും കൂടിയായിട്ടുള്ള ആ ഒരു ഡിറ്റക്റ്റീവിന്റെ ബ്രോഡ്കാസ്റ്റിലും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇരിക്കാമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെ ആ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ ഓരോരുത്തരും അവരുടെ വ്യൂവേഴ്സിനൊക്കെ വെൽക്കം ചെയ്തിട്ട് അവരവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കുക്കായിട്ട് വന്ന ഹോസ്റ്റ് അവന്റെ കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ വന്നൊരു ഇൻഫ്ലുവൻസർ അവന്റെ ഫാൻസ് ആയിട്ടുള്ള K-pop ഐഡലുകളെ അവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു ഡാൻസ് തന്നെ അവിടെ നടത്തുന്നുണ്ട്. അതേ ടൈമിൽ ആ ഒരു ബ്യൂട്ടീഷ്യൻ മേക്കപ്പ് ചെയ്യാനും ഒരു ഫിറ്റ്നസ് ആർട്ടിസ്റ്റ് എക്സസൈസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ആ ഒരു ബ്യൂട്ടീഷ്യൻ അവളുടെ മേക്കപ്പിനൊക്കെ ശേഷം വൂളിനെയും മേക്കപ്പ് ഒക്കെ ചെയ്ത് അവളുടെ രൂപമൊക്കെ മാറ്റി ഇപ്പോൾ വളരെ ഒരു ക്യൂട്ട് ഗേളിനെ പോലെ ആക്കിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ അവരുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് പ്രസിഡന്റ് കയറിയതായിട്ട് സാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഉടനെ തന്നെ വൂളാകട്ടെ അവളുടെ സ്കിൽസ് എല്ലാം വെച്ചിട്ട് അയാൾ ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ആ ഒരു ബ്യൂട്ടീഷ്യന്റെ ഹോസ്റ്റലിൽ പ്രസിഡന്റ് വന്നു എന്ന് അറിഞ്ഞിട്ട് അപ്പുറത്തെ റൂമിൽ ഉണ്ടായിരുന്ന ആ ഫിറ്റ്നസിന്റെ ഹോസ്റ്റിന് കുശുമ്പ് തോന്നിയിട്ട് ഇവളിപ്പോ പ്രസിഡന്റിനെ അട്രാക്ട് ചെയ്യാനായിട്ട് വളരെ വൾഗറായിട്ടുള്ള കുറെ ഡാൻസ് മൂവ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് വൂളാകട്ടെ പ്രസിഡന്റ് ആ ഒരു ബ്യൂട്ടീഷ്യന്റെ ചാറ്റ് റൂമിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്തു എന്ന് സാനിനോടും ഹ്യങ്ങിനോടും പറയുന്നുണ്ട്. അങ്ങനെ രാത്രി ആവാറായിട്ടും അവരുടെ വർക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രസിഡന്റ് വീണ്ടും വന്നിട്ട് ഓരോരുത്തരുടെ ചാറ്റ് റൂമിൽ കയറിയിട്ട് അവർക്ക് ഒരുപാട് ക്യാഷ് പോയിന്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്താകട്ടെ വൂള് ആ ഒരു പ്രസിഡന്റിന്റെ IP അഡ്രസ് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഒരു ബ്രോഡ്കാസ്റ്റിൽ നിന്ന് വേറൊരു ബ്രോഡ്കാസ്റ്റിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പ്രസിഡന്റ് മാറിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് എന്തൊക്കെയോ ഇവിടെ സംശയമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സാൻ അയാളുമായിട്ട് പേഴ്സണലായിട്ട് ഒന്ന് കോൺവെർസേറ്റ് ചെയ്തിട്ട് അയാളെ പിടിച്ചു നിർത്താനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു സമയത്ത് അവൻ സെൻ എന്ന ആ ഒരു പ്രസിഡന്റിന് മെസ്സേജ് അയച്ചിട്ട് അവനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. വെറുതെ കുറച്ചു നേരം അവൻ അവിടെ പിടിച്ചു നിർത്താനായിട്ട് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ, അല്ല നിന്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടോ, എന്തിനാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് വെറുതെയൊക്കെ ഇത്രയും പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നത്, നിന്റെ വീട് ഇത്രയും വലുതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സില്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് ടൈം അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞ സമയത്ത് എന്തിനാണ് ഒരു മനുഷ്യന്റെ ഫീലിങ്സ് വെച്ച് അങ്ങനെ കളിക്കുന്നതെന്നും എന്തിനാണ് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിഞ്ഞിട്ടും അതിനവരെ സപ്പോർട്ട് ചെയ്ത് അവരെ വഴി തെറ്റിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എന്റെ ഇഷ്ടമാണ്, എന്റെ പൈസ വെച്ച് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ എന്ത് വേണമെങ്കിലും കാണിക്കും, അത് ചോദിക്കാൻ നീ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തിരിച്ചും ഇവന് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ വൂള് നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ IP അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച് അവൻ ഇപ്പം ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവൾ ഞെട്ടി പോകുന്നുണ്ട്. കാരണം ആ ഒരു ലൊക്കേഷൻ അനുസരിച്ച് ഇപ്പൊ ആ ഒരു പ്രസിഡന്റ് ഇരിക്കുന്നത് ഇപ്പൊ അവരിയ്ക്കുന്ന ആ ഒരു സെയിം സ്ഥലത്ത് അതേ വീട്ടിലാണ്. അതേ സമയത്ത് തന്നെ മെസ്സേജിലൂടെ എനിക്ക് ഞാനിപ്പോ എല്ലാം കാണിച്ചു തരാന്ന് ഒരു മെസ്സേജ് വരുന്നതും ആ ഒരു വീട്ടിലെ ലൈറ്റ് എല്ലാം ഓഫായി പോവാണ്. അതേ സമയത്ത് തന്നെ ഏതൊരു പെൺകുട്ടി ഓളിയിടുന്ന ഒരു സൗണ്ട് കേട്ടിട്ട് ഞാൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അത് ആ ഒരു ഫിറ്റ്നസ് വ്ലോഗർ ആണെന്നും അവളുടെ കയ്യിൽ ആ ഒരു കത്തി വെച്ച് മുറിഞ്ഞതായിട്ടും ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബ്ലഡ് കാണുമ്പോൾ സാനിന്റെ വാമ്പയർ പവേഴ്സ് എല്ലാം വീണ്ടും വരുന്നുണ്ട്. മാത്രമല്ല ഇത് ചിലപ്പോൾ ഒരു പക്ഷെ ആ ഒരു കുക്കായിരിക്കും ചെയ്തത് എന്ന് ഹ്യങ് പറയുമ്പോൾ സ്വന്തം കത്തി വെച്ച് ഇങ്ങനൊരു കാര്യം ആരും ചെയ്യില്ലെന്നും ഇതാരും നമ്മൾ മനഃപൂർവ്വം തെറ്റിക്കാനായിട്ട് ചെയ്ത പണിയാണെന്നും സാൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ ആ ഒരു വീട് ഫുള്ള് സെർച്ച് ചെയ്യുന്നതിന്റെ ഇടയിൽ വീണ്ടും വീടിന്റെ പുറത്തായിട്ട് അവന് ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണുമ്പോൾ വീണ്ടും അവന്റെ ആ ഒരു വാമ്പയർ പവേഴ്സ് വെച്ചിട്ട് ഏതോ ഒരാളെ ഈ ഒരു ഗ്രൗണ്ടിൽ കൂടെ വലിച്ചു കൊണ്ടുപോകുന്നത് അവന്റെ വിഷനിലൂടെ അവൻ കാണുന്നുണ്ട്. അങ്ങനെ പിന്നീട് അയാളെ കൊണ്ടുപോയിട്ട് ആ ഒരു വെയർ ഹൗസിലേക്ക് അവർ പോവാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് തങ്ങളിൽ നിന്ന് ആരും മിസ്സിംഗ് അല്ലല്ലോ എന്ന് വൂള് ഉറപ്പ് വരുത്തുന്നതിനിടയിലാണ് കിമ്മിന്റെ അച്ഛനെ കാണാനില്ല എന്നുള്ള വിവരം അവൾ ശ്രദ്ധിച്ച് അപ്പൊ തന്നെ അവള് സാനിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ സാൻ ആകട്ടെ ആ ഒരു വെയർ ഹൗസിലേക്ക് കയറാനായിട്ട് അതിന്റെ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരാള് അവിടെ നിന്ന് തീയില് കത്തിപ്പോകുന്നതാണ്. സൈഡിലായിട്ട് കിമ്മിന്റെ അച്ഛനെ തലയിലായിട്ട് എന്തോ ഒരു കവർ ഇട്ടിട്ട് കെട്ടിവെച്ചിരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ സാൻ ഓടിപ്പോയിട്ട് കിമ്മിന്റെ അച്ഛനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ ആ കത്തി തീരുന്നത് ആ ഒരു പ്രസിഡന്റ് ആണെന്ന് ഇപ്പൊ ആ ഒരു അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് സാൻ എല്ലാവരും ഇരുത്തി എന്താണ് അവിടെ ശരിക്കും ഉണ്ടായതെന്ന് ആ ഒരു അച്ഛന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് എന്തെങ്കിലും പറയുന്നേക്കാളും മുമ്പ് തന്നെ അയാളുടെ തലയിൽ ആ ഒരു കറുത്ത ബാഗ് ഇട്ടതുകൊണ്ട് സാൻ തന്നെ അങ്ങനെ ആ ഒരു ബാഗ് ഇട്ട് നോക്കിയപ്പോൾ പുറകെ നടക്കുന്ന ഒരു കാര്യവും തനിക്ക് കാണാൻ പറ്റിയില്ലെന്നും പിന്നെ എങ്ങനെയാണ് തന്റെ മുമ്പിൽ നിന്നത് പ്രസിഡന്റ് ആണെന്ന് ആ ഒരു അച്ഛൻ അറിഞ്ഞതെന്നും സാൻ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന കിമ്മിന്റെ അച്ഛൻ ഒന്ന് പരിങ്ങിയിട്ട് അത് പിന്നെ ഞാൻ കേട്ടതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്ന സാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവൻ വിഷൻസിലൂടെ കണ്ട പോലെ ഗ്രൗണ്ടിൽ ബ്ലഡ് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരാളെ വലിച്ച് ആ വഴിക്ക് കൊണ്ടുവരണമായിരുന്നു. അതിപ്പോ പ്രസിഡന്റ് ഈ ഒരു അച്ഛനെയാണ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡിയിൽ അങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയ പാടുകൾ ഉണ്ടായിരിക്കുമെന്നും പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഒരു മുറിവും കാണാൻ പറ്റാത്തതുകൊണ്ട്
ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ സംഭവിച്ചതെന്നും പറഞ്ഞിട്ട് ശരിക്കും കിമ്മിന്റെ അച്ഛനാണ് അയാളുടെ ബോഡി ഉരുട്ടിക്കൊണ്ട് ആ ഒരു വെയർ ഹൗസിലേക്ക് പോയതെന്നും ഇവിടേക്ക് വരണേക്കാളും മുമ്പ് തന്നെ ആ അച്ഛന്റെ കാറിന്റെ ട്രങ്കിലായിട്ട് ഒരു പ്രസിഡന്റിന്റെ ബോഡി ഉണ്ടായിരുന്നു എന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ആ ഒരു അച്ഛൻ ഇപ്പൊ സത്യം പറയാണ്. ഒരിക്കലും പ്രസിഡന്റിനെ കൊല്ലണമെന്ന് തനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നും അവന്റെ വായിൽ നിന്ന് തന്നെ സോറി കേൾക്കാനായിട്ട് ഒരിക്കലും ഈ ഒരു അച്ഛൻ അവന്റെ ടാക്സി വെച്ചിട്ട് പിടിച്ച് ബോധമില്ലാണ്ട് നിന്നിരുന്ന ആ ഒരു പ്രസിഡന്റിനെ കയറ്റിയിട്ട് തന്നോട് സോറി പറയാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ കിമ്മിന്റെ മരണത്തിന് കാരണം അവന്റെ അച്ഛൻ തന്നെയാണെന്നും അല്ലാതെ ആ ഒരു മരണത്തിന് വെറുതെ എന്നെ കാരണക്കാരനാക്കണ്ടെന്നും ആ ഒരു പ്രസിഡന്റ് പറഞ്ഞിട്ട് നിങ്ങൾ അവന് മര്യാദയ്ക്ക് ശ്രദ്ധിക്കാത്തോണ്ടാണ് അവൻ ഇങ്ങനെ ഒരു വിധി ഉണ്ടാവുന്നതെന്നും അവൻ ആ ഒരു അച്ഛന്റെ മുഖത്തൂക്കി പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിന് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് ആ ഒരു അച്ഛൻ അവന്റെ വയറ്റിൽ കുത്തി ആ ഒരു പ്രസിഡന്റ് അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ പിന്നീടാണ് അവൻ മരിച്ചു എന്നും ആ ഒരു അച്ഛൻ ശ്രദ്ധിക്കുന്നത്. അതായത് ഒരിക്കലും വേണമെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തതല്ലെന്നും പറ്റിപ്പോയതാണെന്നും ഇപ്പോ ആ ഒരു അച്ഛൻ സാനിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ സാൻ ആകട്ടെ ഈ ഒരു പ്രസിഡന്റിനെ ഇതിനു മുമ്പ് ആരും തന്നെ കണ്ടിട്ടില്ലെന്നും പിന്നെ എങ്ങനെയാണ് ആ ഒരു അച്ഛന് ആ ഒരു പ്രസിഡന്റിനെ കണ്ടപ്പോൾ മനസ്സിലായതെന്നും ആലോചിക്കുമ്പോൾ ഈ ഒരു കൂട്ടത്തിലുള്ള ഒരാൾ കൂടി ഈ ഒരു അച്ഛന്റെ ഒപ്പം നിന്ന് ഈ ഒരു കൊലപാതകത്തിന് അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അത് മറ്റാരുമല്ല ആ ഒരു ഫിറ്റ്നസിന്റെ ഹോസ്റ്റ് ആണെന്നും സാൻ പറയുന്നുണ്ട്. കാരണം ആ ഒരു ലൈറ്റ് ഓഫ് ആയിരുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മുറിവ് അതിന്റെ പൊസിഷനും ആഴമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും പുറമേന്ന് വന്ന ഒരാൾ ചെയ്യുന്നതല്ലെന്നും അത് സ്വയമേ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു പാട് വരാമെന്നും സാൻ പറയുന്നത്. മാത്രല്ല അവള് ലൈവ് സ്ട്രീമിങ്ങിനൊക്കെ പുറത്ത് വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ടെന്നും അവള് ഇപ്പൊ സമ്മതിച്ച് പറയുന്നുണ്ട്. മാത്രല്ല അദ്ദേഹം അങ്ങനെ ഇവരെ പുറത്ത് വെച്ച് കണ്ട ആ ഒരു സമയത്ത് അവളോട് അവളുടെ ബോഡി തന്നെ എക്സ്പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറെ തെറ്റുകൾ അവളുടെ അടുത്ത് അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഒക്കെ ഒരു റിവെഞ്ചില് അവൾക്കും പ്രസിഡന്റിനെ കൊല്ലണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവളും കിമ്മിന്റെ ഈ ഒരു അച്ഛന്റെ ഒപ്പം കൂടിയിട്ട് കിമ്മിന്റെ അച്ഛൻ ചെയ്ത ആ ഒരു കൊലപാതകം മറയ്ക്കാനും ആരും സംശയിക്കാത്ത തരത്തില് ആ ഒരു പ്രസിഡന്റ് മരിച്ചു എന്ന രീതിയിൽ ഈ ഒരു കേസിനെ ഫ്രെയിം ചെയ്യാനും കൂടിയിട്ട് രണ്ടുപേരും ശ്രമിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യാനായിട്ട് സാൻ ആ ഒരു ഡിറ്റക്റ്റീവിനോട് പറഞ്ഞിട്ട് പിന്നീട് ആ ഒരു കേസ് സോൾവ് ചെയ്തതിന്റെ ആശ്വാസത്തിൽ അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവന് ഒരു ഫോൺ കോൾ കിട്ടുന്നത്. ആദ്യമൊക്കെ അവൻ ഒരുപാട് ഹെലോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ ഇങ്ങോട്ടേക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ യു സാൻ നീ നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന ഒരു ഫീമെയിൽ വോയിസ് നമുക്ക് കേൾക്കാം. മറുഭാഗത്ത് യൂജിനാണ് അവനെ വിളിച്ചിരിക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അവനാകട്ടെ യൂജിനിന്റെ സൗണ്ട് കേട്ടിട്ട് അത് യൂജിനാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അവള് ആ ഒരു ഫോൺ കോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാനാകട്ടെ വീണ്ടും അവളെ വിളിച്ച് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവള് ഒരു കോൾ അറ്റൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി അടുത്തതായിട്ട് യൂജിനും സാനും കണ്ടുമുട്ടിയോന്നൊക്കെ അറിയാനായിട്ട് അടുത്ത വീഡിയോ കാണാനും മറക്കരുത്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് ഭാഗമായിട്ട് നാളെ വീണ്ടും കാണാം.